ഹായ്. അപ്പോൾ ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നറിയാം. അതെ, ഇത് നമ്മുടെ ഗുരുവായൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയപ്പോഴുള്ള വീഡിയോസാണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടു. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയത് ബസ്സിനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് ഗുരുവായൂർക്ക് KSRTC ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ തേനൂറിൽ നിന്ന് അങ്ങനെ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗുരുവായൂർ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കസിൻസും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേനൂരുള്ള നമ്മുടെ കസിൻസ് 2 ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പിന്നെ നമ്മുടെ കൂടെ അച്ചമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഗുരുവായൂർ പോയത്. അവിടെ പോയിട്ട് തലേ ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം പുലർച്ചെയൊക്കെ എണീറ്റ് അമ്പലത്തിൽ തൊഴുതു. അതുപോലെ നമ്മുടെ ബിജുവിൻ്റെ കൊച്ചിൻ്റെ ചോറൂണും ഉണ്ടായിരുന്നു ഗുരുവായൂർ വെച്ച്. അപ്പോൾ അതും ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നമ്മളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വൈകുന്നേര സമയത്താണ് കേട്ടോ ഗുരുവായൂർ എത്തിയത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ തൊഴാൻ പോയി കേട്ടോ. അപ്പോൾ ആ സമയത്ത് തൊഴാനും നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയോ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ വേഗം തൊഴലൊക്കെ കഴിഞ്ഞു. പിന്നെ വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അതുപോലെ അവിടുത്തെ ശീവേലി കാണാനും അങ്ങനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ രാത്രിയിലൊക്കെ തൊഴാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പുലർച്ചെ ഉറക്കമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അമ്പലത്തിൽ 3 മണിക്ക് നട തുറക്കുമല്ലോ, അതിന് മുമ്പേ ക്യൂ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് എല്ലാവരും എണീറ്റ് കുളിച്ച് പിന്നെയും തൊഴാനായിട്ട് വന്നു. അങ്ങനെ അമ്പലത്തിൽ നമ്മൾ നേരത്തെ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അതുപോലെ ചോറൂണുണ്ടെന്ന് പറഞ്ഞില്ലേ, 5 മണിക്കൊക്കെ ചോറൂണ് അവിടെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ റെസീറ്റൊക്കെ ആക്കിയിട്ട് മേലെ പോയി ചോറൂണിനും പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ തൊഴലുമെല്ലാം നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു. അതുപോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ ദൈവം സഹായിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മൂലം നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടോ. പിന്നെ കസിൻസും അങ്ങനെ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ ഗുരുവായൂർ പോയ സമയത്ത് ഉണ്ടായിരുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആവില്ലേ. പിന്നെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ പോകുമ്പോൾ നമ്മൾ അതിലും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ വീഡിയോസൊക്കെ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴുള്ള വീഡിയോസാണ് കേട്ടോ. അതിന് മുമ്പുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മൊബൈൽ ഫോൺ എൻട്രി ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പായസമൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് സമയമാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. നമ്മുടെ നേരത്തെ തൊഴിലൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചോറൂണിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ അവർ തന്നെ നമുക്ക് അയച്ചു തരുമല്ലോ. അവർ തന്നെ ക്യാമറയിൽ എടുത്തിട്ട് അവർ അയച്ചു തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനും അങ്ങനെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഗുരുവായൂർ പോകാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ ടാസ്ക്കൊന്നുമല്ല. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വണ്ടിയൊക്കെ വിളിച്ച് എല്ലാവരും കൂടിയൊക്കെ പോവാറുണ്ട്. പക്ഷേ നടക്കണം, നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് എത്താനൊന്നും പറ്റില്ല. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ എന്താണെങ്കിലും ആ ഭാഗ്യമൊക്കെ ഉണ്ടായി. പിന്നെ ഇതാ ഫുഡ് കഴിക്കാനൊക്കെയുള്ള ക്യൂ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളും കുറേ നേരം ക്യൂവിലൊക്കെ നിന്നു. എന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. ഇങ്ങനെ തലേദിവസം പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് തൊഴുക കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് കുറേ സമയമൊന്നും ഇങ്ങനെ ക്യൂവിൽ നിൽക്കാനേ പറ്റില്ല. ചെറുപ്പത്തിലൊന്നും നിൽക്കാനേ പറ്റില്ല. ഇപ്പോഴും ഇങ്ങനെ തളർന്നു പോവും. ആകെ വിശന്നും നമ്മുടെ യാത്രാക്ഷീണം ഒക്കെ കൂടിയായിട്ട് ആകെ അങ്ങ് മടുത്തു പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെ പോയപ്പോൾ നല്ലൊരു സമാധാനമൊക്കെ കിട്ടി കേട്ടോ. പെട്ടെന്ന് തൊഴാനൊക്കെ പറ്റിയതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റി. നമുക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നി ഇങ്ങനെ പോകുമായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. നമുക്ക് ചെയ്യാണ്ടായിരുന്ന വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വഴിപാടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. കറക്റ്റ് ടൈമിന് നട തുറക്കുന്ന സമയത്ത് ചെയ്യുന്ന വഴിപാടുകളും അങ്ങനെ എല്ലാം എന്തോ ഒരു അനുഗ്രഹത്താൽ നമുക്ക് എല്ലാം നിറവേറ്റാനായിട്ടൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ചുമ്മാ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ചുമ്മാ കാട്ടിക്കൂട്ടലൊന്നുമല്ല, എന്തോ ഒരു ആഗ്രഹം, അതുകൊണ്ട് എടുക്കുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ബസ്സിന് തന്നെയാണ് കേട്ടോ, KSRTC ബസ്സിന് തന്നെയാണ് പിന്നെ പാലക്കാട് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ പ്രസാദങ്ങളും വഴിപാടുകളൊക്കെ നടത്തി അതിൻ്റെയൊക്കെ പ്രസാദമൊക്കെ മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മളിവിടെ ചെന്ന സമയം പോണതേ അറിയില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളൊക്കെ ഫ്രീ ആയി എല്ലാം കഴിഞ്ഞിട്ട്. നമ്മൾ ഇങ്ങനെ എപ്പോഴും വിചാരിച്ച പോലെയൊന്നും പെട്ടെന്ന് തൊഴുതിറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ഗുരുവായൂർ. ഞാനൊക്കെ പണ്ട് കുറേ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് തൊഴുതിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിതെന്തോ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ തോന്നിയിട്ടോ. നമ്മൾ മാത്രമല്ല, കുട്ടികളൊക്കെ കൂടിയുള്ളപ്പോൾ ഇങ്ങനെ ആകെ മടുത്തു പോണത്, വരണ്ടായിരുന്നോ എന്ന് തോന്നണതും, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്ന് തൊഴുതിട്ട് പോകണ അവസ്ഥ അടക്കം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്തോ ഞങ്ങൾ വേഗം കയറി തൊഴുതു ഫ്രീ ആയി എന്ന് തോന്നി. അപ്പോൾ അതാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തലേദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് നമുക്ക് തൊഴാനൊക്കെ പറ്റുമെന്ന് എനിക്ക് നന്നായി തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചോറൂണിൻ്റെ ഫോട്ടോ. ഇത് നമ്മുടെ ബിജു രമ്യയാണ്, അവരുടെ പിള്ളേർ. പിന്നെ ഇത് നമ്മുടെ അശ്വതി വിബി, അവരുടെ ഒരു മോള്. അതുപോലെ ഇവരുടെ അമ്മയാണ് നമ്മുടെ ചെറിയമ്മ, രജൻ ചെറിയമ്മ. പിന്നെ നമ്മുടെ അച്ചമ്മയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയായിരുന്നു ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഗുരുവായൂർക്ക്. ബസ്സിന് നമ്മുടെ KSRTC ബസ്സിൽ പോയ ഗുരുവായൂർ ട്രിപ്പാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ പോയത് കാറിനായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മേനെയൊക്കെ കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നന്ദു ഉണ്ടായിരുന്നു. ഞങ്ങളും അമ്മയും പിന്നെ നന്ദുവാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് വൈകുന്നേരമൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അതൊക്കെ കുറച്ചും കൂടി നല്ലതല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പോകുന്ന വഴിയാണ്. നമ്മൾ വൈകുന്നേര സമയത്ത് തന്നെ അവിടേക്ക് എത്തിയിട്ട് റൂം കയറി ഫ്രഷായി. അന്ന് രാത്രി നമ്മൾ തൊഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം നേരത്തെ എണീറ്റ് രാവിലെ തൊഴാനൊക്കെ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ആണ് കേട്ടോ. അന്നേരം അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും കൂടിയൊക്കെ തൊഴലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ ചുമ്മാ ഇങ്ങനെ നടക്കുക. അതാണ് ഉദ്ദേശം. വാങ്ങിയില്ലെങ്കിലും കടകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണല്ലേ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഓരോ കടകളൊക്കെ കയറി ഓരോന്നൊക്കെ ചോദിച്ചും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. തൊഴലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ നേരത്തെയൊക്കെ കയറി തൊഴാനൊക്കെ പറ്റി. 1-2 പ്രാവശ്യം നമുക്ക് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്ന കുറേ വീഡിയോസാണ്. ഈ ഗുരുവായൂർ ഇങ്ങനെ ഈ കടകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല രസമാണ് കേട്ടോ അതൊക്കെ. നേരത്തെ തൊഴിലൊക്കെ കഴിഞ്ഞാലും നമ്മുടെ പായസം കൊടുക്കാൻ കുറച്ച് ടൈം ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താണ് കേട്ടോ. പായസത്തിന് നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ അവിടെ നിന്ന് പാൽപ്പായസവും നെയ്പായസമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നെയ്യ്, പഞ്ചസാര, പഴം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കൂടിയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ റൂമിലോട്ട് വന്നു കേട്ടോ. റൂമിൽ വന്നിട്ട് നമുക്കിനി ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇത് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ലോഡ്ജാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി പ്രസാദമൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കണ്ടിട്ട് ഒരു പഴയിടം റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നും പറഞ്ഞാൽ അത് തപ്പിപ്പിടിച്ച് പോകുകയാണ് കേട്ടോ. അതെന്താണെങ്കിലും അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്നും വിചാരിച്ചിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് പഴയിടം രുചി പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. പിന്നെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവിടെയും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇവിടെയും നല്ല തിരക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നമ്മൾ കുറേ സമയം ടേബിളിന് വേണ്ടി തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ടേബിളൊക്കെ കിട്ടി. പിന്നെ നമ്മളിരുന്ന് സെറ്റായി. അതിന് ശേഷം കുറേ ടൈമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ചായയും പിന്നെ അതുപോലെ ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ എന്താണെങ്കിലും കിട്ടി കേട്ടോ. പിന്നെ ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്ന പോലെ ഫുഡിനൊക്കെ അത്ര രുചിയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് മാത്രം പറയാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ പിന്നെ രാവിലെ വിശന്നൊക്കെ ഇരിക്കണോണ്ട് നമുക്ക് എന്താണെങ്കിലും ഫുഡ് കഴിക്കണം. അപ്പോൾ അതാ നമ്മൾ കഴിച്ചു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചായ ഇടിയപ്പമൊക്കെ അങ്ങനെ കഴിച്ചു. പിന്നെ ഇനി നമുക്ക് വലിയ പണികളൊന്നുമില്ല, നമ്മളൊക്കെ തിരിച്ച് വീട്ടിൽ പോകുക എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ഇഡ്ഡലിയും വടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വയറ് നിറച്ച് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മളിനി ലോഡ്ജിലൊക്കെ പോയിട്ട് വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഗുരുവായൂർ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. 2 പ്രാവശ്യം നമ്മൾ ഗുരുവായൂർ പോയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂർ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക്സ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ ഫ്രണ്ട്സ്.